ഷിരൂരിൽ അർജുനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ഒരു മാസത്തിലേക്ക് എത്തുന്നു. ജൂലൈ 16-ാം തീയതിയാണ് അർജുനും അർജുന്റെ വാഹനവും മണ്ണിനടിയിലേക്ക് പോയത്. ഗംഗാവാലി നദിയുടെ ആഴങ്ങളിൽ അർജുൻ ഉണ്ടെന്ന പ്രതീക്ഷയോടെ അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ് നേവി ടീമും ഒപ്പം ഈശ്വർ മാൽപ്പയുടെ സംഘവും. മണിക്കൂറുകളായി ഡൈവ് ചെയ്യുകയായിരുന്നു ഈശ്വർ മാൽപ്പെ. അർജുന്റെ ട്രക്കിനരികിലേക്ക് മാൽപ്പയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം നേവിയുടെ തെരച്ചിലിൽ 3 ലോഹഭാഗങ്ങളും അതോടൊപ്പം ഒരു കയറും, ആ കയർ അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ ബന്ധിപ്പിച്ചിരുന്നതാണ് എന്ന ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ എ കെ അഭിലാഷും അർജുൻ കല്യാട് നമുക്കൊപ്പമുണ്ട്. ആദ്യം എ കെ അഭിലാഷിലേക്ക്. അഭിലാഷ്, ഈശ്വർ മാൽപ്പയുടെ ഉച്ചകഴിഞ്ഞുള്ള തെരച്ചിൽ എന്താണ് വൈകുന്നത്? സുജിയ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയ ഈശ്വർ മാൽപ്പെ ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ വൈകുന്നത്. അതോടൊപ്പം തന്നെ നാവിക സംഘവും ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ആളുകളും അദ്ദേഹത്തിന് സഹായികളായ ആളുകളൊക്കെ ഇപ്പോഴും നദിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്. ഏതായാലും ഈശ്വർ മാൽപ്പെ വന്നതിന് ശേഷം മാത്രമായിരിക്കും തിരച്ചിൽ തുടങ്ങുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നാവിക സംഘം പോലും അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറയുന്ന സ്പോട്ട് 1-ൽ നിന്ന് ഏതാണ്ട് ഈ പുഴയുടെ മറുഭാഗത്തേക്കുള്ള മധ്യഭാഗത്തേക്കുള്ള ആ മൺതുരുത്തിൻ്റെ അടുത്തേക്കുള്ളൊരു പരിശോധനയാണ് ഇനിയിപ്പോൾ നടത്തേണ്ടത്. അതിനുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ്. കാരണം ഈ ഭാഗത്ത് എവിടെയെങ്കിലും ലോറി കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. കാരണം കയറിൻ്റെ ഭാഗം, അതോടൊപ്പം തന്നെ ജാക്കി അടക്കമുള്ള സാധനങ്ങൾ കിട്ടിയത് ആ മേഖലയിലാണ്. അതോടൊപ്പം തന്നെ മെറ്റൽ ഷീറ്റ് അടക്കമുള്ള മറ്റു വസ്തുക്കൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗങ്ങളല്ല എന്നാണ് മനാഫ് അടക്കമുള്ള ആളുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കയറും അതോടൊപ്പം തന്നെ ജാക്കിയും കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം അവിടെ തന്നെയാണ്. ആ സ്ഥലത്തിന് സമീപത്തായി തന്നെ കൂടുതൽ പരിശോധന നടത്താനൊരു നീക്കമാണ് നടക്കുന്നത്. കാരണം ട്രക്ക് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ മണ്ണിൽ മരങ്ങളും അതോടൊപ്പം തന്നെ പാറക്കെട്ടുകളും ഒക്കെ ഉണ്ട്, ചളിയുണ്ട്. ഇതൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ കൂടുതൽ പരിശോധനയിലേക്ക് കടക്കാൻ കഴിയൂ എന്ന് തന്നെ അവർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ മേഖലയിൽ ഒരിക്കൽ കൂടി തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഈ മൺതുരുത്തിലേക്കൊക്കെ നോക്കിയാൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. കാരണം ഈ മൺതുരുത്തൊക്കെ വളരെ ഉയർന്ന നിലയിൽ തന്നെ അടികളോളം ഉയരത്തിൽ തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ജലനിരപ്പ് വളരെ കുറഞ്ഞിരിക്കുന്നു. വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ വെള്ളം പൂർണ്ണമായും തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ തെരച്ചിൽ നടത്താൻ കഴിയും. പക്ഷേ അല്പസമയങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ വെയിലിൽ മങ്ങുന്നതോട് കൂടി തന്നെ അടിത്തട്ടിലേക്കുള്ള കാഴ്ച മങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ അടിഭാഗത്തേക്കൊക്കെയുള്ള പരിശോധന നടത്താൻ ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. നേരത്തെ 2 മണിക്ക് ശേഷവും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈശ്വർ മാൽപ്പെ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാനായി പോയിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ നാവികസേന ഉച്ചവരെയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ച് അവർ നേരത്തെ തന്നെ മടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ നേരത്തെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈശ്വർ മാൽപ്പെ ഇപ്പോഴും വൈകുകയാണ്. അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പസമയങ്ങൾക്കകം തന്നെ ഈ ഭാഗത്തേക്ക് വരും. വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ തെരച്ചിൽ, പുഴയുടെ അടിത്തട്ടിലെ തെരച്ചിൽ തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ഭാഗത്താണ്. കാരണം ഈശ്വർ മാൽപ്പയെ സംബന്ധിച്ച് പരിചയസമ്പന്നനായ ആൾ കൂടിയാണ്. ഈ പുഴയെ ഉള്ളം കൈ പോലെ അറിയുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ആ മേഖലയിൽ കൂടുതൽ വേഗത്തിൽ തന്നെ തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും നാവിക സംഘം അടക്കം ഈശ്വർ മാൽപ്പയെ കാത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നിൽക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ നാവിക സംഘം പോലും ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ ഒരു ഡൈവിംഗ് ടീമിലെ ഒരംഗം ഇപ്പോൾ പുഴയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ പുഴയിൽ ഇതുവരെ ആഴത്തിലുള്ള പരിശോധനയ്ക്ക്, മുങ്ങിയുള്ള പരിശോധനയ്ക്ക് അദ്ദേഹം പോയിട്ടില്ല. ഏതായാലും ഈശ്വർ മാൽപ്പെ വരാനുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 2 വസ്തുക്കളാണ്. അത് മനാഫിൻ്റെ അല്ലെങ്കിൽ അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗങ്ങളാണ് എന്നുള്ള ഏതാണ്ട് ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതിൽ പ്രധാനമായും ഹൈഡ്രോളിക് ജാക്കിയാണ്. അതോടൊപ്പം തന്നെ ഈ ലോറിയിൽ കെട്ടിയിരുന്ന കയറാണ് ഒരു ഘടകം. ഈ 2 ഭാഗങ്ങളും ഒരേ സ്ഥലത്തു നിന്ന് ഏതാണ്ട് അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ആക്കം കൂട്ടുന്നത്. അതിനുള്ള ശ്രമം തന്നെയാണ്. ഈശ്വർ മാൽപ്പെ വന്നാൽ അപ്പം തന്നെ ആ ഭാഗത്തുള്ള തെരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്യും. സുജയ, അതായത്